ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ കിതാബത്ത് 2025 നടന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം പദങ്ങൾ നിർമ്മിക്കുകയാണ്. അപ്പോൾ അതിൽ അറബി മലയാളത്തിൽ നിന്ന് കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ 6 അക്ഷരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അത് വെച്ചിട്ട് വാക്കുകൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ പദങ്ങൾ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ എന്താണ്? എ ആണ്. എ വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള എന്തെങ്കിലും എരി, എണ്ണ ഇങ്ങനെ എഴുതി കൊടുക്കാം. അടുത്ത എന്താണ്? പോ എന്നാണ്. നെക്സ്റ്റ് ചാ, ഡ, ക, ഴ എന്നീ അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അക്ഷരങ്ങൾ ഏതാണെന്ന് മക്കൾ ആദ്യം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവ വരുന്ന ഏതെങ്കിലും പദങ്ങൾ, മലയാള പദങ്ങൾ നിങ്ങൾക്ക് അറബി മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതി നോക്കാം. അതിനാണ് ആദ്യത്തെ ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ സെക്ഷനിൽ വാചകം നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ പദങ്ങളാണ് നിർമ്മിച്ചത്. ഇനി അവിടെ ഒരു വാചകം തന്നെ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്? ഞാൻ എന്നാണ്. അപ്പം ഞാൻ ഇന്ന് മദ്രസയിൽ പോയി എന്ന് മക്കൾക്ക് എഴുതാം. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എളുപ്പമായിട്ട് എഴുതണമെങ്കിൽ അതും കൂടി എഴുതി കൊടുക്കാം കേട്ടോ. അടുത്തതാണ് വന്നു. വന്നു എന്ന് പറയുമ്പോൾ ഇന്ന് മദ്രസയിൽ ഉസ്താദ് വന്നു. അല്ല എന്ന് ചോദിച്ചു. ഉസ്താദ് ഇന്ന് ബുക്ക് ചോദിച്ചു. അല്ല എൻ്റെ ഫ്രണ്ട് എന്നോട് കൂട്ടുകാരൻ എന്നോട് ബുക്ക് ചോദിച്ചു. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അടുത്ത എന്താണ്? കൊടുത്തു. ഞാൻ എൻ്റെ കൂട്ടുകാരന് എൻ്റെ ബുക്ക് കൊടുത്തു. അങ്ങനെ ഒരു വാക്ക് ഒരു വാചകം നിങ്ങൾ നിർമ്മിക്കുക എന്നാണ് ഈ ഒരു ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് എഴുതണമെങ്കിൽ അറബി മലയാള അക്ഷരങ്ങളും അത് എഴുതാൻ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മക്കൾ എന്തായാലും എല്ലാ ചോദ്യങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ വായിച്ച് പഠിക്കാതെ എഴുതിയും കൂടി പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് എഴുതാൻ ഏതൊക്കെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ങ, ച, ഞ ഇതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എഴുതി പരിശീലിക്കാൻ ശ്രമിക്കുക. അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം ഹർക്കത്ത് ഇടുകയാണ്. ഇവിടെ 4 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 4 ചോദ്യങ്ങൾ വായിച്ചിട്ട് മക്കൾ ഇതിൻ്റെ ഫത്ത്, കെസർ, ലമ്മ, സുക്കൂന് തുടങ്ങിയ ഹർക്കത്തുകൾ നിങ്ങൾ ഇതിൽ ചേർക്കാനുണ്ട്. അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ 4 ചോദ്യങ്ങളും ആദ്യം വായിക്കുക. ഒക്കെ നമ്മുടെ പാഠഭാഗത്തിലൊക്കെ നമ്മൾ പഠിച്ച ഓരോന്നിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ബോക്സായിട്ട് നമ്മൾ പാഠഭാഗത്തിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. രക്ഷിതാക്കൾക്കുള്ള പ്രാർത്ഥന തുടങ്ങിയ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുക. അതിൻ്റെ ഹർക്കത്തുകൾ ചേർക്കാനും കൂടി എഴുതി നോക്കിയിട്ട് പഠിക്കുക. ഒന്നാമത്തെ അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക. ഇതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ നിൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ തുറക്കണമേ എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പാഠഭാഗത്തിലുണ്ട്. അപ്പോൾ വായിച്ച് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? അസ്സലാത്തു ഹൈറും മിൻ നൗമി. ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നിസ്കാരം. അടുത്ത എന്താണ്? ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കുലി അൽ ഹക്ക വലൗ കാന മുറൻ എന്നാണ്. അപ്പോൾ നോക്കി മക്കൾ മനസ്സിലാക്കി എഴുതുക. അടുത്ത എന്താണ്? അർഹമു മൻഫി അർള് എന്നാണ്. അപ്പോൾ ഇത്രയാണ് ഹർക്കത്ത് ഇടുക എന്ന് പറഞ്ഞ 4 ചോദ്യങ്ങളാണ് തരുക. നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഏതെങ്കിലും ഒന്ന് ഭാഗത്തു നിന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ കഴിയുന്നതും ബോക്സിലായിട്ട് കൊടുത്ത ഓരോ കാര്യങ്ങളും നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗം ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ഭാഗത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന്. ഇവിടെ പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം പൂരിപ്പിക്കാനാണ് കൊടുത്തത്. ഇതേപോലെ 4 ചോദ്യങ്ങളാണ് വീണ്ടും തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. സുബ്ഹാന ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അഖില വബിഹിന്ദി. എന്താണ് സുബ്ഹാന റബ്ബിയൽ അഖില വബിഹിന്ദി? ഇതെവിടെയാണ് ചൊല്ലേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അഖില വബിഹിന്ദിഹി. നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോഴാണല്ലേ സുബ്ഹാന റബ്ബിയൽ അഖില വബിഹിന്ദി എന്ന് ചൊല്ലണം. അടുത്ത എന്താണ്? കഅബ നമ്മുടെ ഡാഷ് ആണ്. എന്താണ്? കഅബ നമ്മുടെ കിബിലയാണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അടുത്ത എന്താണ്? റബ്ബി അർഹമുഹുമാ കാമ റബ്ബയാനി എന്നാണ്. റബ്ബയാനി സ്വഹീറൻ എന്നാണ്. എന്താണ്? അല്ലാഹുവേ എൻ്റെ എന്താ പറയുക, മാതാപിതാക്കൾക്ക് അല്ലേ, അവരെന്നെ ചെറുപ്പത്തിൽ നോക്കിയതിന് പകരമായി അവർക്ക് നീ കരുണ ചെയ്യണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഒക്കെ നമ്മളെ പാഠഭാഗത്തിലുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. 4ാമത്തെ ചോദ്യം നന്മ ചെയ്തവർക്ക് ഡാഷ് ലഭിക്കും. എന്താണ് ലഭിക്കുക മക്കളെ? നന്മ ചെയ്തവർക്ക് സ്വർഗം ലഭിക്കും. അപ്പോൾ സ്വർഗം എന്ന് എഴുതുമ്പോൾ ഏത് ഗായാണ് ഉപയോഗിക്കേണ്ടത് ഒക്കെ ശ്രദ്ധിക്കുക. എഴുതുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ ഇപ്പോൾ തന്നെ എഴുതി പഠിക്കാനും കൂടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് 4 ഭാഗങ്ങളാണ് നമ്മൾ നോക്കിയത്. നമുക്കിനി 5ാമത്തെ ഭാഗത്തിൽ എന്താണ് ചോദിച്ചതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ
കൊടുത്തിട്ടുണ്ട്, ക്രമത്തിലാക്കി എഴുതാനാണ്. അപ്പോൾ ഇവിടെ ക്രമം തെറ്റിച്ചാണ് കൊടുത്തത്. അപ്പോൾ അത് വായിച്ചിട്ട് ക്രമത്തിൽ എഴുതാനുണ്ട്. അപ്പോൾ എന്താണ് 19ാമത്തെ ചോദ്യത്തിലാണ് നമ്മളിപ്പോൾ എത്തിയത്. അല്ലാഹുമ്മ ഫീമൻ ഇഹ്ദിന ആദൈത്ത്. എന്താണ് അല്ലാഹുമ്മ എഴുതിന ഫീമൻ ആദൈത്ത്. അതെന്തായാലും മക്കൾക്ക് കിട്ടും. നമ്മൾ കുനൂത്തിലുള്ളതാണ് കേട്ടോ. അടുത്ത എന്താണ് അല്ലാഹുമ്മ വസല്ലിം അലാ മുഹമ്മദിൻ സല്ലി. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദ് അല്ലേ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദ് എന്നാണ് കേട്ടോ. അടുത്ത എന്താണ് അല്ലാഹുമ്മ ദുനൂബി അഗ്ഫിർലി എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അല്ലാഹുമ്മ അഗ്ഫിർലി ദുനൂബി വഫ്തഅ്ലി അബ്വാബ ഫസ്ലിക അല്ലെങ്കിൽ റഹ്മത്തിക. ഇത് നമ്മൾ മസ്ജിദിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥനയിൽ ഭാഗത്തുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അല്ലാഹുമ്മ അഗ്ഫിർലി ദുനൂബി എന്നാണ് കേട്ടോ. അല്ലാഹുമ്മ അഗ്ഫിർലി ദുനൂബി എന്നാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്താണ് ജാബിറും ആയിഷ വലതും ഉമ്മുഹു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജാബിർ എന്താണ് ഒരു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ജാബിറും വലതും എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ജാബിറും വലതും എന്ന് എഴുതണം. പിന്നെ ആരാണ്? ആയിഷയാണ് കേട്ടോ. അപ്പോൾ എന്താ എഴുതേണ്ടത്? ഉമ്മു ആയിഷ. അപ്പോൾ എങ്ങനെ എഴുതണം? ജാബിറും വലതും ഉമ്മും ആയിഷ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ തെറ്റിക്കാതിരിക്കുക. ജാബിറും വലതും ഉമ്മും ആയിഷ എന്നാണ് ക്രമത്തിലാക്കി എഴുതേണ്ടത്. ഇപ്പോൾ ക്രമത്തിലാക്കി എഴുതേണ്ടത് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഇനിയും ചൂടായികയില്ല. അപ്പോൾ എല്ലാ ഭാഗങ്ങളും മക്കൾ ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത എന്താണ് നോക്കി എഴുതാനാണ്. ഇത് വളരെ എളുപ്പമുള്ള ഭാഗമാണ്. ഇതിൽ കൊടുത്തതുപോലെ നിങ്ങൾ നോക്കി എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് ഇതേപോലെ 4 ചോദ്യങ്ങളാണ് നോക്കി എഴുതാൻ. 4 വാക്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴും ദുആ ചെയ്യണം. അടുത്ത എന്താണ് മാതാപിതാക്കളെ അനുസരിക്കണം. അടുത്ത എന്താണ് അല്ലാഹു തആലയാണ് സൃഷ്ടാവ്. പിന്നെന്താണ് വക്കിന ശറമ ഖലീത്ത്. ഈ 4 ഈ 4 കാര്യങ്ങളാണ് നോക്കി എഴുതണം. നോക്കി എഴുതുമ്പോൾ തെറ്റ് വരാതെ ഇരിക്കാൻ ശ്രമിക്കുക. അറബി മലയാളത്തിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാ അക്ഷരങ്ങളെ അതിൻ്റെ പുള്ളികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ശരിയായത് എഴുതുക എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ വരുന്ന എന്താണ് അറബി മലയാളത്തിലുള്ള വാക്കുകളും അറബിയിലുള്ള വാക്കുകളും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നോക്കി നിങ്ങൾ ശരിയായത് ഏതാണോ അതാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ നോക്കാം. സലാത്ത് എന്നാണ് ഇവിടെ നമ്മൾ സലാത്ത് എന്നതിന് ശരിയായ എഴുതിയ പദമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തേൽ മക്കൾ നോക്കൂ, സലാത്ത് എന്നാണ് എഴുതിയത്. രണ്ടാമത്തെ സ്വലാത്ത്, എന്നാണ് എഴുതിയത്, സ്വലാത്ത്. മൂന്നാമത്തെ സ്വലാത്ത് എന്നാണ്. ഇതിൽ ശരിയായത് ഏതാണ്? അതെല്ലാ മക്കൾക്കും അറിയാം. നിങ്ങളിപ്പോൾ പഠിക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ സ്വലാത്ത് കാണുന്നതാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ. അപ്പോൾ ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായത്. നമുക്ക് ആ ശരി ഉത്തരമാണ് നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തത് ഫാത്തിഹയാണ്. അപ്പോൾ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരേപോലെ തോന്നും. അപ്പോൾ ഓരോ വരുന്ന സമയത്തുള്ള പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ശരിയായ പദം ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക മക്കൾ. ഒന്നാമത്തതാണ് ശരിയായത്, ഫാത്തിഹ എന്നത് ഒന്നാമത്തതാണ് ശരി ഉത്തരം. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത എന്താണ്? അത്ഭുതം എന്ന വാക്കാണ്. നമ്മൾ മലയാളത്തിലെ അത്ഭുതം എന്ന വാക്കാണ് ഇവിടെ അറബി മലയാളമാണ് കൊടുത്തത്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണെന്ന് നോക്കണം. ആദ്യത്തേത് എന്താണ്? അത്ഭുതം. രണ്ടാമത്തത് അത്ഭുതം. മൂന്നാമത്തത് അത്ഭുതം. ദം എന്നാണ് കൊടുത്തത്. അപ്പോൾ ശരിയായത് ഏതാണ്? ബ എന്ന് പറയുമ്പോൾ നമ്മൾ ബാൻ്റെ കൂടെ ഹാവും കൂടി വരും. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷന് ശരിയാണ്. തായാണ് വരേണ്ടത്, അത്ഭുതം. അപ്പോൾ ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിലുള്ള 3 വാക്കുകളും കൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്വലാത്ത്, ഫാത്തിഹ, അത്ഭുതം. ഇതുപോലെ ഏതെങ്കിലും ഒരു 3 പദങ്ങളായിരിക്കും തരിക. അപ്പം അറബി മലയാളം ഉണ്ടാവും, അറബിയിലത്തതും ഉണ്ടാവും. അപ്പോൾ മക്കൾ അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുന്ന പാഠത്തു നിന്ന് തന്നെയാണ് ചോദിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും. കീപ്പ് വാച്ചിങ്. താങ്ക് യു.